കറൻസി പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി വഴി ശമ്പളവും പെൻഷനും വിതരണം താറുമാറായി. ഇന്നത്തേക്കായി 200 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി അതീവ രൂക്ഷമാകും. ചോദിച്ച തുക ഇനിയും ലഭിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ഷീജ ആദ്യം ചേരുന്നു. ഷീജ, സംസ്ഥാനം ആവശ്യപ്പെട്ടത് എത്ര തുകയാണ്? അതേസമയം ലഭിച്ചത് എത്ര? ഏത് സ്ഥിതിയിലൂടെയാണ് സംസ്ഥാനം ഇന്നിപ്പോൾ ഈ നിമിഷം വരെ കടന്നുപോകുന്നത്? പ്രജീഷ്, ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെ 11 മണി വരെ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് 83 കോടി രൂപയാണ്. ഇതിൽ എന്നാൽ 52 കോടി രൂപ മാത്രമാണ് ട്രഷറികൾക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തെ ട്രഷറികൾ നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി. പ്രത്യേകിച്ചും സംസ്ഥാനം ആവശ്യപ്പെടുന്നതിന്റെ പകുതി തുക മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് മുഴുവനായി പണം ചോദിക്കുമ്പോൾ അത് തരാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് RBI സംസ്ഥാനത്തെ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി സംസ്ഥാനം പണം ആവശ്യപ്പെടുന്നത്. ഇതിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പ്രവർത്തനത്തിന് ആദ്യം തുക ആവശ്യപ്പെടും. അതിനുശേഷം ആ തുക ലഭിച്ചതിനു ശേഷം മാത്രമേ ഉച്ചയ്ക്ക് ശേഷമുള്ള തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെയും പോലെ തന്നെ 3-ാം ദിനവും ശമ്പള പെൻഷൻ വിതരണത്തിന് വേണ്ടി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നത്തെ കണക്ക് പ്രകാരം തന്നെ 83 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 52 കോടി മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലകളിലുള്ള ട്രഷറികളിൽ ഇത് വലിയ തോതിൽ പ്രതിസന്ധി തന്നെയാണ്. രാവിലെ നിലവിൽ അവിടെ എത്തുന്നവർക്ക് ട്രഷറിയിൽ ഉണ്ടായിരുന്ന പണം നൽകി അവരെ തിരിച്ചുവിടുക എന്നൊരു മാർഗം മാത്രമാണ് ട്രഷറികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ ട്രഷറികളിൽ വലിയ ക്യൂ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വലിയ ക്യൂ തന്നെയാണ് മിക്ക ട്രഷറികളിലും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും രാവിലെ മുതൽ എത്തുന്നവർ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുന്നു. പണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ RBIയിൽ നിന്ന് പണം എത്തിയതിനു ശേഷം 10 മണിക്ക് ശേഷം മാത്രമാണ് ഇവർക്ക് പണം പെൻഷനും ശമ്പളവും ഒക്കെ ലഭിച്ചു തുടങ്ങിയത്. മറ്റൊരു പ്രശ്നം ഇവർ നേരിടുന്നത് ട്രഷറികൾ ബാങ്കുകളിൽ നിന്ന് പണം കൈപ്പറ്റുമ്പോൾ 2000 രൂപയുടെ നോട്ടുകളാണ് മിക്ക ട്രഷറികൾക്കും ലഭിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെയാണ് ചെറിയ പെൻഷൻകാരെ സാരമായി ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ചെറിയ പെൻഷൻകാർക്ക് അവർ ആവശ്യപ്പെടുന്ന തുക പോലും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ചിലർക്ക് അവശരായ പെൻഷൻകാരുണ്ടാകും. അതുകൊണ്ട് അവരുടെ മക്കളായിരിക്കും ചിലപ്പോൾ പെൻഷൻ വേണ്ടി എത്തുക. ഇതിൽ അവർ കൃത്യമായ ഒരു തുക രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഈ തുക നൽകാൻ കഴിയില്ല എന്ന് ട്രഷറികൾ അറിയിക്കുന്നു. കാരണം ചില്ലറ ഇല്ലാത്ത ഒരു പ്രശ്നം ട്രഷറികൾ വലിയ തോതിൽ തന്നെ നേരിടുന്നുണ്ട്. അത് കാരണം തിരികെ പോകേണ്ട ഒരു അവസ്ഥ, ഇതും വലിയ തോതിൽ തന്നെയാണ് പെൻഷൻകാരെ ബാധിച്ചിരിക്കുന്നത്. ഏതായാലും 3-ാം ദിനവും പ്രതിസന്ധി അങ്ങനെ തന്നെ ഒരുപക്ഷെ അവിടെ കണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിസ്സഹായരായി ട്രഷറിയിലുള്ളവർ ഒരുപക്ഷെ അത് പറയേണ്ട ഒരു അവസ്ഥയാണോ വരുന്നത്? ബദൽ, കാരണം ഈ 2000 രൂപ നോട്ട് ഇത്രത്തോളം ആളുകൾ ക്യൂ നിൽക്കുന്നു, നേരത്തെ സൂചിപ്പിച്ചില്ല, സംഖ്യയുടെ ഒക്കെ തന്നെ ഒരു വേരിയേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്? അവിടെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? ഏത് രീതിയിലാണ്? പ്രജീഷ്, ഞാൻ രാവിലെ മുതൽ ഉച്ചവരെയും 12 മണിവരെയും നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള കിഴക്കേക്കോട്ടയിലുള്ള ട്രഷറിയിൽ, അത് പെൻഷൻകാർക്ക് മാത്രം വേണ്ടിയുള്ള സബ് ട്രഷറിയാണ്, അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിയുന്നത് രാവിലെ 5 മണി മുതലാണ് അവിടെ പെൻഷൻകാർ എത്തിയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം ഇവിടെ ട്രഷറിയിൽ പണം നൽകി തുടങ്ങിയപ്പോൾ തന്നെ ട്രഷറിയിൽ നിന്നും അനൗൺസ്മെന്റ് വരുന്നു. ഈ രീതിയിൽ 2000 രൂപയുടെ നോട്ട് മാത്രമാണ് തങ്ങളുടെ പക്കലുള്ളത്. അതുകൊണ്ട് ദയവായി ചില്ലറയ്ക്ക് വേണ്ടി തർക്കിക്കരുത്. അതിന് തങ്ങളുടെ പക്കൽ പോലും ചില്ലറയില്ലാത്ത ഒരു അവസ്ഥ. അതുകൊണ്ട് 2000 രൂപയ്ക്ക് ചില്ലറ ആരും ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ 2000 രൂപ അല്ലാത്തൊരു മറ്റൊരു തുക റൗണ്ടായി എഴുതിക്കൊണ്ട് വന്നാലും തരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ അവർ അനൗൺസ്മെന്റ് മുഖേന അവിടെ വന്നിട്ടുള്ളവരെ അറിയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് സാരമായി ബാധിച്ചത് ഈ അവശരായിട്ടുള്ള പെൻഷൻകാരെയാണ്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് നേരിട്ട് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ അവർ തുക എഴുതിക്കൊണ്ടുവന്നവർ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും അവരുടെ വീട്ടിൽ പോയി പെൻഷൻകാരുടെ ഒപ്പ് വാങ്ങി വന്നാൽ മാത്രമേ അവർക്ക് തുക നൽകുകയുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത്തരത്തിലുള്ളവരെ ബാധിച്ചിട്ടുള്ളത്. ഏതായാലും 3-ാം ദിനത്തിലും പ്രതിസന്ധി അതുപോലെ തന്നെ തുടരുക തന്നെയാണ്. ഷീജയാണ് വിശദാംശങ്ങൾ ഇന്ന് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി വ്യക്തമാക്കിയത്. GST കൗൺസിൽ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. നോട്ടുമാറ്റം യോഗം ചർച്ച ചെയ്യും. നോട്ടുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടമാണ് കൗൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. പിൻവലിച്ച നോട്ടുകൾ കൈമാറാൻ 1 മാസം കൂടി ശേഷിക്കെ പഴയ നോട്ടുകളുടെ 90% തിരികെ എത്തിയതായാണ് റിസർവ് ബാങ്ക് കണക്കുകൾ. കള്ളപ്പണം ഇല്ലാതാക്കാനായിരുന്നു നോട്ട് നിരോധനം എന്ന വാദം പൊളിയുമ്പോൾ കറൻസി രഹിത ഇന്ത്യ എന്ന പുതിയ ന്യായമാണ് കേന്ദ്രം ഉയർത്തുന്നത്.
റിസർവ് ബാങ്ക് നൽകുന്ന വിവരമനുസരിച്ച് പിൻവലിച്ച 500, 1000 രൂപ നോട്ടുകളിലായി 14.18 ലക്ഷം കോടി രൂപയാണ് വിനിമയത്തിലുള്ളത്. ഇതിൽ 11 ലക്ഷം കോടി രൂപ നവംബർ 30 തിരികെ എത്തിയതായാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ 30 വരെ നിരോധിച്ച നോട്ടുകൾ മാറിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. തിരികെ എത്തുമെന്ന് ഉറപ്പുള്ളതും സാധ്യതയുള്ളതുമായ പണത്തിന്റെ ഏകദേശം കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ കള്ളപ്പണം പിടികൂടാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി പാളിയെന്ന് വ്യക്തമാകും. പ്രകൃതി ദുരന്തങ്ങളിലും പേമാരിയിലുമായി നഷ്ടപ്പെട്ട നോട്ടുകളുടെ കണക്കുകൾ ലഭ്യമല്ല. പ്രവാസികളുടെ പക്കലുള്ള നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്താൻ സാധ്യതയില്ല. മാറ്റിയെടുക്കാൻ അനുമതി കാത്ത് രാജ്യത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി കോടികളുടെ അസാധു നോട്ടുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി വിശകലനം ചെയ്യുമ്പോൾ 95% പണവും ബാങ്കുകളിൽ തിരികെ എത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ കള്ളപ്പണവാദത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിഞ്ഞു തുടങ്ങി. കറൻസി രഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് നോട്ട് പിൻവലിക്കില്ലെന്നാണ് മോദി സർക്കാരിന്റെ പുതിയ വാദം. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ എറണാകുളവും പാലക്കാടും കുതിപ്പ് തുടങ്ങി. 2 സ്വർണം വീതം നേടി പാലക്കാടും എറണാകുളവും മുന്നേറുകയാണ്. കായികോത്സവത്തിന്റെ ആദ്യ സ്വർണം എറണാകുളം ജില്ല നേടി. ഒക്കെയും വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും മനു എം നായർ ചേരുന്നു. മനു, ആദ്യ ദിനത്തിൽ സ്വർണ്ണ നേട്ടം എങ്ങനെ? 2 ജില്ലകൾ എറണാകുളവും പാലക്കാടും തുടക്കം മുതൽ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്താണ് ട്രാക്കിൽ നിന്നുള്ള വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും പ്രതീക്ഷ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണ മെഡൽ നിലയെല്ലാം മാറിയിരിക്കുന്നത്. അതായത് എറണാകുളത്തിന് 4 സ്വർണ്ണമായിരിക്കുന്നത്, പാലക്കാട് 3 സ്വർണവുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഏറ്റവും അവസാനം വന്നത് പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിലാണ്. പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ പറളി സ്കൂളിലെ ഈ നിഷ ഇപ്പോൾ സ്വർണം നേടിയിരിക്കുന്നതാണ് ഏറ്റവും അവസാനം വന്ന റിസൾട്ട്. അതായത് എറണാകുളത്തിന് 4 സ്വർണം, പാലക്കാടിന് 3 സ്വർണം, മലപ്പുറത്തിന് 1 സ്വർണം, സായിക്ക് 1 സ്വർണം. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ മെഡൽ നില നിൽക്കുന്നത്. ഇനി വരാൻ കിടക്കുന്നത് ഉച്ചകഴിഞ്ഞ ശേഷമുള്ള 400 മീറ്റർ മത്സരങ്ങളാണ്. ഈ 400 മീറ്റർ മത്സരങ്ങളായിരിക്കും ഇനി എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നത്. 2 മണിയോടുകൂടി 400 മീറ്റർ മത്സരങ്ങൾ ആരംഭിക്കും. 400 മീറ്റർ മത്സരങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി കോഴിക്കോട് കൂടി മെഡൽ പട്ടികയിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഉഷ സ്കൂളിലെ കുട്ടികളടക്കം 400 മീറ്ററിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി മാർബേസിന്റെയും പറളിയുടെയും കുട്ടികളുണ്ടാകും. 3:30 ഇന്നത്തെ മത്സരങ്ങളൊക്കെ സമാപിക്കും. 3:30 വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാവിലെ 5000 മീറ്ററിൽ ബിബിൻ ജോർജിന്റെ സ്വർണ്ണ നേട്ടത്തോടെയാണ് മേളയ്ക്ക് ട്രാക്ക് ഉടർന്നത്. പിന്നീട് പാലക്കാടും എറണാകുളം തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ട്രാക്കിലും ഫീൽഡിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഫീൽഡിൽ ഷോട്ട് ഇന്ന് 3 റെക്കോർഡുകളും ഇതുവരെ പിറന്നിട്ടുണ്ട്. ഏതായാലും മികച്ചൊരു ആവേശകരമായ രീതിയിൽ തന്നെയുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ. മനു എം നായർ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 3 വർഷക്കാലമായി സംസ്ഥാനത്ത് സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം ബിബിന് സ്വന്തം. ഇത്തവണയും ആ പതിവിന് മാറ്റമുണ്ടായില്ല. ബിബിനിലൂടെ ആദ്യ അക്കൗണ്ട് തുറക്കുകൂടി ചെയ്തതോടെ കിരീടം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളം. കായികമേളയായാലും കായിക ഉത്സവമായാലും ബിബിൻ ജോർജ് എറണാകുളത്തിന്റെ ഭാഗ്യനക്ഷത്രമാണ്. കഴിഞ്ഞ 3 വർഷവും മീറ്റിലെ ആദ്യ സ്വർണം ബിബിന്റെ പേരിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 5000 മീറ്ററിലെ റെക്കോർഡ് തിരുത്തിയാണ് ബിബിൻ സ്വർണ്ണമണിഞ്ഞതെങ്കിൽ ഇത്തവണ റെക്കോർഡ് നേടാനായില്ലെങ്കിലും സ്വർണം നിലനിർത്തി. ബിബിൻ തുറന്നിട്ട സ്വർണ്ണപാതയിലൂടെ കുതിച്ച എറണാകുളം കഴിഞ്ഞ 3 വർഷവും ചാമ്പ്യൻ പട്ടം നിലനിർത്തുകയും ചെയ്തു. ഇത്തവണയും ബിബിന്റെ നല്ല തുടക്കം നൽകിയ ആത്മവിശ്വാസത്തിലാണ് എറണാകുളം ജില്ല. പോയ വർഷത്തെ നേട്ടം തന്റെ ജില്ലയും സ്കൂളും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിബിനും. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ തന്നെയാണ് റെക്കോർഡ്. നന്നായി ചെയ്യാൻ അത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്നായി ഒരു തുടക്കം വിട്ട് കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തിൻ്റെ ഞങ്ങളുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. രണ്ടുപേരും ആദ്യമായിട്ട് ഒരു മെഡൽ എടുത്ത് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇതോടെ ഇനി 2 മത്സരങ്ങളുണ്ട്. 800 ഉണ്ട്, 1500 ഉണ്ട്. ഇനി എല്ലാ ദിവസങ്ങളിലും ഓരോ ഐറ്റം വെച്ചുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 800, 1500 മീറ്ററുകളിൽ ട്രാക്കിലിറങ്ങി ട്രിപ്പിളാണ് ബിബിൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നഷ്ടമായ ഹാട്രിക് ട്രിപ്പിളിന്റെ നിരാശ തീർക്കാനും ബിബിന് ഇത്തവണത്തെ ട്രിപ്പിൾ നേട്ടം അനിവാര്യമാണ്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും മനു എം നായർ. സബ് ജൂനിയർ ഹൈജമ്പിലെ വെള്ളി മെഡലിന് ഇത്തവണ സ്വർണത്തേക്കാൾ തിളക്കം. അട്ടപ്പാടി വനാന്തരങ്ങളിലെ ഉൾക്കാടുകളിലുള്ള പ്രാക്തന ഗോത്രവർഗത്തിൽപ്പെട്ട സുനിൽ എന്ന മിടുക്കനാണ് വെള്ളി നേട്ടം സ്വന്തമാക്കിയത്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെയും ഉൾക്കാട്ടിലെ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് സുനിലിന്റെ ഈ മധുരമുള്ള നേട്ടം. മണ്ണിനോടും മനുഷ്യരോടും പടപൊരുതിയാണ് ചരിത്ര നേട്ടത്തിലേക്ക് സുനിൽ ഉയർന്നു ചാടിയത്. അട്ടപ്പാടിയിലെ ഉൾക്കാടുകളിൽ നിന്ന് കഷ്ടപ്പാടിന്റെയും ഇല്ലായ്മയുടെയും കഥകൾ മാത്രം പറയാനുള്ള
പ്രാക്തന ഗോത്രവർഗത്തിൽ നിന്നാണ് സുനിൽ എന്ന കൊച്ചുമിടുക്കന്റെ വരവ്. അതുകൊണ്ട് തന്നെ സബ് ജൂനിയർ ഹൈജമ്പിലെ ഈ വെള്ളി നേട്ടം സുനിലിന് സുവർണ ശോഭയേകുന്നു. കാടിനെ മാത്രം കണ്ട് പരിചയിച്ച സുനിലിന് അതുകൊണ്ട് തന്നെ പുറത്തെ വർണ്ണക്കാഴ്ചകളിൽ പരിഭ്രമമാണ് നൽകുന്നത്. ഞങ്ങൾ മൈക്ക് നീട്ടിയപ്പോഴും ആ അമ്പരപ്പും പരിഭ്രമവും സുനിലിനുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ജമ്പിംഗ് പിറ്റിലെത്തി? ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ ഒരു ലക്ഷ്യം? ഈ മത്സരത്തിൽ ജയിച്ചു പോകണമെന്നാണ് എൻ്റെ മലമ്പുഴ ആശ്രമം സ്കൂളിലെ കായികാധ്യാപകൻ അരുൺ ജോസാണ് സുനിലിനെ ജമ്പിംഗ് പിറ്റിലേക്ക് കൈപിടിച്ചത്. വലിയ പ്രതീക്ഷകളോടെയാണ് അരുൺ സുനിലിനെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളിവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സുനിൽ ചാട് ഓരോ ചാട്ടം കഴിയുമ്പോഴും നമ്മൾ ചാട് കിട്ടുമെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ നമുക്ക് നല്ല സപ്പോർട്ട് തരും. മൈതാനങ്ങളിലെ ആളുകൾക്കും ആരവങ്ങൾക്കും അപ്പുറം ഉൾക്കാടിലെ ജീവിത പോരാട്ടമാണ് സുനിലിന്റെ യഥാർത്ഥ കരുത്ത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം മനു എം നായർ. കോഴിക്കോട് മാൻഹോളിൽ അകപ്പെട്ട 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ച നൌഷാദിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകി. റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് നിയമന ഉത്തരവ് ലഭിച്ചത്. കഴിഞ്ഞ സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നൽകുന്നത്. നൌഷാദിന്റെ ഭാര്യയ്ക്ക് വാഗ്ദാനം ചെയ്ത ജോലി നൽകിയില്ലെന്ന് കൈരളി പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫിദലിന്റെ ചിതാവശിഷ്ടവും വഹിച്ചുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4-ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിതാവശിഷ്ടം സംസ്കരിക്കുക. സാന്റിയാഗോയിൽ നിന്നും MA ബേബി കൈരളി പീപ്പിൾ TVക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുമ്പാണ് മെക്സിക്കോയിൽ നിന്നും ഗ്രാൻമ എന്ന ചെറു നൗകയിൽ പുറപ്പെട്ട ഫിഡലും റൗൾ കാസ്ട്രോയും ചെഗുവേരയും കാമില്ലോ സിയൻഫുവും എല്ലാം അടങ്ങുന്ന വിപ്ലവകാരികൾ സാന്റിയാഗോ പട്ടണത്തിനടുത്ത് തീരത്ത് ഒരു ചതുപ്പു നിലത്തിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. അതേ ദിവസമാണ് സാന്റിയാഗോയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതേ നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവാനയിൽ നിന്ന് 800-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് സാന്റിയാഗോ ഡി ക്യൂബയിലേക്ക്. 4-ാം തീയതി രാവിലെയാണ് സാന്റിയാഗോ ഡി ക്യൂബയിൽ ഫിദലിന്റെ സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവിടെ ക്യൂബയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും വിമോചന നായകരിൽ ഒരാളായ ഹോസെ മാർട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് ഒപ്പം അതിനടുത്ത് ഫിദലിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതായിരിക്കും. ക്യൂബയിലാകെ ജനങ്ങൾ സ്വാഭാവികമായും ദുഃഖിതരാണ്. എന്നാൽ അലമുറയിട്ടുള്ള കരച്ചിലോ അതിവൈകാരിക പ്രകടനങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി MA ബേബിയാണ് നിങ്ങളോട് സംസാരിച്ചത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി വത്സരാജ്, CN ജയദേവൻ MP, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായ്പൂർ കുളത്തൂരിൽ ആരംഭിച്ച ശബരി സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പിലും തുടർ നടപടികളിലും വൻ അഴിമതി എന്ന ആക്ഷേപം. വിപണി വിലയേക്കാൾ 2 ഇരട്ടിയിലേറെ തുക നൽകിയാണ് ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ബോർഡിലെ ഉന്നതരുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് അഴിമതി അരങ്ങേറിയത്. ദേവസ്വം ബോർഡിൽ വൈക്കത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്ഥലമെടുപ്പിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ശബരി ദുർഗ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്ന കോളേജിന് വേണ്ടി 1,52,00,000 രൂപ മുടക്കിയാണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ ധാരാളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കോടികൾ മുടക്കി കോളേജിന് എന്ന പേരിൽ സ്ഥലം കണ്ടെത്തിയത്. രജിസ്ട്രേഷനും ഡോക്യുമെന്റേഷനുമായി 2,32,500 രൂപയുമടക്കം മൊത്തം 1,84,00,000 രൂപയാണ് ബോർഡിൽ നിന്ന് ചെലവഴിച്ചതും. ധനലക്ഷ്മി ബാങ്കിന്റെ വൈക്കം ശാഖയിൽ ഈ വർഷം ഫെബ്രുവരി 27-ന് പുതുക്കി നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപമായ 54 ലക്ഷം
ലക്ഷവും, കീഴൂർ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷവും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷവും പിൻവലിച്ചാണ് സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങാനുള്ള 1 കോടി രൂപ ബോർഡ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ബോർഡ് സെക്രട്ടറി നൽകിയ ഉത്തരവും സംശയാസ്പദമാണ്. കോളേജിനാവശ്യമായ 1.10 ഏക്കർ സ്ഥലം സമീപത്തെ ഒരു കുടുംബം സംഭാവന ചെയ്തുവെന്ന് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇതിനു പുറമെ വായ്പൂരിനടുത്ത് കങ്ങഴയിൽ ദേവസ്വം ബോർഡ് സ്കൂളിന്റെ 4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കേവലം 4 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം കോടികൾ മുടക്കി വാങ്ങിയതും. 2015 വിപണി വിലയേക്കാൾ ഇരട്ടി തുക കാണിച്ചാണ് സ്ഥലത്തിന്റെ മൂല്യം നിർണ്ണയിച്ചത്. ഔദ്യോഗിക വ്യവഹാരങ്ങൾക്ക് കളക്ടറാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്ന ചട്ടം ലംഘിച്ച് മല്ലപ്പള്ളി തഹസിൽദാറാണ് സെന്റിന് 75,000 രൂപ കമ്പോള വില കണക്കാക്കി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതും. മുദ്രപത്രം, രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ എന്നിവയ്ക്ക് ചെലവായ 10 ലക്ഷം രൂപ കോളേജ് വികസന സമിതി നൽകിയെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതിലും സുതാര്യതയില്ല. രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് ഫീസ് എന്നിവ ചെക്കായി നൽകാത്തതിലും സംശയം ഉളവാക്കുന്നു. വിപണി വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയത് വഴി ദേവസ്വം ബോർഡ് വലിയ അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ വാല്യുവേഷൻ ചെയ്തു കൊടുക്കേണ്ട സ്ഥലത്തിന് എന്തുകൊണ്ടാണ് മല്ലപ്പള്ളി തഹസിൽദാർ വാല്യുവേഷൻ ചെയ്തു കൊടുത്തത്? അതും വിപണി വിലയിൽ നിന്നും വലിയ തുക രേഖപ്പെടുത്തിക്കൊണ്ട്. ഈ അഴിമതി കച്ചവടത്തിൽ മല്ലപ്പള്ളി തഹസിൽദാർക്കുണ്ടായ നേട്ടം എന്താണ്? സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. കാന്നവാസിന് നിവേദ്യമായി കേരളത്തിന്റെ തനത് കലാരൂപമായ കളരിപ്പയറ്റ്. തൃശൂർ കുന്നംകുളം അരുവായി VKM കളരി സംഘമാണ് സന്നിധാനത്ത് അഭ്യാസ പ്രകടനം നടത്തിയത്. തുടർച്ചയായി 5ാം തവണയാണ് VKM കളരി സംഘം ധർമ്മശാസ്താവിന് മുന്നിൽ കളരി അഭ്യാസം നടത്തുന്നത്. കെട്ടുനിറച്ച സന്നിധാനത്തെത്തി അയ്യപ്പനെ വണങ്ങിയ ശേഷമാണ് സംഘം അരങ്ങിലെത്തിയത്. കളരിയുടെ പ്രാഥമിക രൂപമായ പുത്രവന്ദനത്തോടെയാണ് അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിനോദ് കുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് നെയ്യഭ്യാസത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ അയ്യപ്പന്മാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 5 വർഷമായിട്ട് അടുപ്പിച്ച് ഇല്ല, ഞാൻ അയ്യപ്പ ഭക്തനാണ്. എനിക്ക് വളരെ വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് പേരിൽ ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്ക് സന്നിധാനത്ത് വന്നിട്ട് കളരിപ്പയറ്റ് പ്രദർശനം നടത്തണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ വരെ സംഘത്തിലുണ്ടായിരുന്നു. നെയ്യഭ്യാസത്തിന്റെ ചടലതാളങ്ങൾ ആവാഹിച്ചുള്ള മുച്ചാൺ പയറ്റ് കാഴ്ചക്കാരിൽ ഉത്കണ്ഠയും ഒപ്പം ആനന്ദവുമാണ് സമ്മാനിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ അനുവാദം വാങ്ങി ആയുധങ്ങളുമായി ശബരി സന്നിധിയിലെത്തിയ സംഘം തീർത്ഥാടകർക്ക് സമ്മാനിച്ചത് നെയ്യഭ്യാസത്തിന്റെ വർണ്ണവസന്തം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. മുള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി കേരള ബാംബു ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി. ഈ മാസം 6 വരെ നീളുന്ന മേള വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി SC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ ഉപജീവനമാർഗം മാത്രമായിരുന്ന മുള ഉൽപ്പന്നങ്ങൾ ഇന്ന് അതിരുകൾ കടന്ന് അന്തർദേശീയ വിപണി കീഴടക്കി മുന്നേറുകയാണ്. ആകർഷകമായ വിവിധ ഉൽപ്പന്നങ്ങളാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന 13ാമത് ബാംബു ഫെസ്റ്റിലുള്ളത്. ഇത്തരം മേളകൾ മുളയുടെയും മുള ഉൽപ്പന്നങ്ങളുടെയും പ്രസക്തി കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി SC മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. ഈ രംഗത്ത് പരമ്പരാഗതമായി പണിയെടുക്കുന്നവരും തൊഴിലാളികളും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളും അതിൽ പ്രത്യേകിച്ച് യുവ സംരംഭകരുൾപ്പെടെ ആധുനികമായ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ പുതിയൊരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് പരിശീലനം കിട്ടിയ ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ കഴിയും. കേരളത്തിൽ നിന്നുള്ള 100ഓളം കരകൗശല തൊഴിലാളികൾക്ക് പുറമെ നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, മധ്യപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും 60ലധികം കരകൗശല തൊഴിലാളികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 11 മുതൽ രാത്രി 9 മണി വരെയാണ് മേളയിലേക്ക് പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.